സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ബാക്ക് പാക്കർ അരുണിമ. ഒറ്റയ്ക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അരുണിമയുടെ വീഡിയോകൾ വൈറലായി മാറാറുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയും യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയും എല്ലാം ലിഫ്റ്റ് ചോദിച്ചും ട്രെയിനിലും ബസ്സിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന അരുണിമയുടെ വീഡിയോകൾ വൈറലായി മാറിയിട്ടുമുണ്ട്. ഏത് നാട്ടിൽ ചെന്നാലും അവരിൽ ഒരാളായി അവിടെ കുറച്ചുകാലം ജീവിച്ചാണ് അരുണിമ അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പെൺകുട്ടിയായതിനാൽ ധാരാളം പ്രതിസന്ധികളും വെല്ലുവിളികളും അരുണിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അരുണിമ പങ്കുവച്ച പുതിയ വീഡിയോ ശ്രദ്ധ നേടുകയാണ്. US-ൽ വെച്ച് തനിക്കുണ്ടായ അനുഭവമാണ് അരുണിമ പങ്കുവെക്കുന്നത്. തന്നെ ഒരു വീട്ടിൽ നിന്നും അർദ്ധരാത്രി ഇറക്കി വിട്ടുവെന്നാണ് അരുണിമ പറയുന്നത്. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവമെന്നും അരുണിമ പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് US-ലെ ന്യൂജേഴ്സിയിലാണ്. ഈ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. 4 വർഷമായി എനിക്കറിയാവുന്ന ജോർജ് എന്ന ആളുടെ വീടാണ്. അദ്ദേഹം ഭയങ്കര പാവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആള് വലിഞ്ഞു കയറി വന്നതുപോലെയാണ് ഇവിടെ താമസിക്കുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. എന്നെ സ്നേഹത്തോടെ വിളിച്ചു. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ ഒരുപാട് വീടുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെയും വന്നതെന്നും അരുണിമ പറയുന്നു. അമേരിക്കയിൽ വന്ന 2ാമത്തെ ദിവസമാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹമാണ് എന്നെ എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ചതും ന്യൂയോർക്ക് സിറ്റി കറങ്ങാൻ കൂടെ വന്നതുമെല്ലാം. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുടെ മക്കളും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. 20 വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്നോട് വന്ന് സംസാരിച്ചത്. ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. രാത്രി 12 മണിയാണ് സമയം. ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി. എങ്ങോട്ട് പോകണമെന്നറിയില്ല. അറിയുന്ന ആളുകളെ ഈ രാത്രിയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. അദ്ദേഹം ഭയങ്കര പാവമാണ്. സ്വന്തം അമ്മയുടെ അച്ഛൻ വാടക കൊടുത്താണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ സംസ്കാരം അങ്ങനെയാകും. എന്നെ ഇറക്കി വിട്ടതിലല്ല വിഷമം. അദ്ദേഹം എന്നോട് അത്രയും സ്നേഹത്തിലാണ് സംസാരിച്ചത്. 70 വയസ്സുണ്ട്. എന്നിട്ടും എൻ്റെ കൂടെ ന്യൂയോർക്കിലെല്ലാം വന്നു. സ്വന്തം മകളുടെ വീട്ടിൽ അദ്ദേഹം ഇങ്ങനെയാണ് കഴിയുന്നതെന്നും അറിയില്ലായിരുന്നു. 4 വർഷമായി എനിക്കറിയുന്നതാണ്. മക്കളും കൊച്ചുമക്കളും ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നെന്നും അരുണിമ പറയുന്നു. ഇവിടെ ഇപ്പോൾ മഴയാണ്. 6 ഡിഗ്രിയാണ് തണുപ്പ്. എന്തു ചെയ്യണമെന്നറിയില്ല. ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുകയാണ്. എന്തോരം വീടുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്. അവരൊക്കെ സ്വന്തം കുടുംബത്തിലെ ഒരാളെന്ന പോലെയാണ് എന്നെ കണ്ടിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് താമസിക്കുന്നത്. ഞാൻ വരുന്ന കാര്യം മക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ അപ്പോഴാണ് അറിയുന്നതെന്നും അരുണിമ പറയുന്നു. ഇവിടെ വീടില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. അടുത്തൊന്നും ഹോട്ടലില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഒരുപാട് ദൂരമുണ്ട്. എക്സ്പ്രസ് ട്രെയിനിൽ പോയാൽ പോലും ന്യൂയോർക്കിലെത്താൻ 1/2 മണിക്കൂർ എടുക്കും. ഇതുപോലൊരു അനുഭവം ആദ്യമായാണ്. എന്നെ ഇറക്കി വിട്ടത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പിള്ളേരാണ് എന്നെ ഇറക്കി വിട്ടത്. അദ്ദേഹം താമസിക്കുന്നത് തന്നെ ഗോഡൗൺ പോലൊരു റൂമിലാണെന്നും താരം പറയുന്നുണ്ട്. പിന്നീട് വീഡിയോയിൽ കാണുന്നത് ഒരു കാറിൽ സഞ്ചരിക്കുന്ന അരുണിമയെയാണ്. താൻ റോഡിലിരുന്ന് കരയുന്നത് കണ്ട ഒരു മെക്സിക്കോക്കാരൻ വണ്ടി നിർത്തി കാര്യം ചോദിച്ചു. സംഭവിച്ചത് പറഞ്ഞപ്പോൾ രാത്രി ഇവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് പറഞ്ഞ് തന്നെ അടുത്ത റൂം കിട്ടുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിച്ചുവെന്നാണ് അരുണിമ പറയുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ റൂമെടുത്ത് തനിക്ക് തന്നുവെന്നും അരുണിമ പറയുന്നുണ്ട്.